പതിറ്റാണ്ട് കാലമായി പൊന്നാനിയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സ്വാധീനം ചെലുത്തിയ ഹൈസ്കൂളാണ് പൊന്നാനി MI ഹൈസ്കൂൾ. ഏതാണ്ട് 3 മാസം നീണ്ടുനിൽക്കുന്ന പ്രോസസ്സിലൂടെയാണ് ഈ 3 പ്രതിഭകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ളത്. അവർക്കുള്ള അവാർഡ് വിതരണമാണ് ഈ 14-ാം തീയതി നടക്കുന്നത്. വളരെ സുതാര്യമായിട്ടാണ് ഈ മിഹിസയുടെ ടാലൻ്റ് അവാർഡ് ജൂറി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. രൂപയും അതോടൊപ്പം ഫലകവും കീർത്തിമുദ്രയും ആണ് കൊടുക്കുന്നത്. പതിറ്റാണ്ട് കാലമായി പൊന്നാനിയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സ്വാധീനം ചെലുത്തിയ ഹൈസ്കൂളാണ് പൊന്നാനി MI ഹൈസ്കൂൾ. ഒരുപാട് തലമുറകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ കോർഡിനേഷനിൽ മിഹിസ എന്ന പേരിൽ ഒരു മെഗാ അലുമിനി വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും സ്കൂളിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിഹിസയുടെ ഏറ്റവും ശ്രദ്ധേയവും ശ്ലാഘനീയവുമായ പരിപാടിയാണ് ടാലൻ്റ് അവാർഡ് പരിപാടി. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും അർഹരായ കുട്ടികൾക്കുള്ള അവരെ കണ്ടെത്തി അവരെ ജൂറിയിൽ കൂടെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായ ജൂറി ദിവസങ്ങളോളം അവരുടെ ക്വാളിറ്റി കണ്ടെത്തി അവരിൽ നിന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഓരോ കുട്ടികളെയും അവർക്കുള്ള പ്രോത്സാഹനമായി സമ്മാനം കൊടുത്ത് അവാർഡുകൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടാലൻ്റ് അവാർഡ് വർഷാവർഷങ്ങളിലായി മിഹിസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഒന്നാമതായി അവരുടെ തന്നെ സന്തോഷത്തിനുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി അവർ ശ്രദ്ധിക്കുന്നത് അവർ പഠിച്ചിറങ്ങിയ സ്കൂളിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. ഇവിടെ ഞങ്ങളത് ഒരു വലിയ ലൈബ്രറിയും ഒരു വലിയ സ്റ്റേജും ഇവിടെ മിഹിസയുടെ MI സ്കൂളിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു. അതിനുമപ്പുറം ഈ നാട്ടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് പൊന്നാനി നഗരസഭയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന പ്രതിഭകൾക്ക് ഒരു അവാർഡ് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ടായത്. കഴിഞ്ഞ 3 വർഷമായി വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായി തന്നെ സംഘടിപ്പിക്കുന്ന ഒരു അവാർഡാണ് മിഹിസ ടാലൻ്റ് അവാർഡ്. പൊന്നാനി നഗരസഭയിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് 3 പ്രതിഭകളെ UP സെക്ഷനിൽ നിന്ന് ഒരു കുട്ടി, ഹൈസ്കൂൾ സെക്ഷനിൽ നിന്ന് ഒരു കുട്ടി, ഹയർ സെക്കൻഡറി സെക്ഷനിൽ നിന്ന് ഒരു കുട്ടി, അത്തരത്തിൽ 3 പ്രതിഭകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് 10,000 രൂപയും അതുപോലെ തന്നെ ഒരു ശില്പവും കീർത്തിപത്രവും നൽകുന്നതാണ് ഈ പരിപാടി. ഇപ്രാവശ്യം 112ഓളം അപേക്ഷകളാണ് ഈ 3 വിഭാഗങ്ങളിലായിട്ട് നമ്മൾക്ക് ലഭിച്ചത്. ഒരു വലിയ സാധ്യതകളുള്ള ഒരു വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജൂറി പ്രൊഫസർ PKM മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിക്കൊണ്ട് സഫ്രാസ് സാർ MES പൊന്നാനി കോളേജിലെ അധ്യാപകൻ സഫ്രാസ് സാറും ഡോക്ടർ MV ബുഷ്രയും അംഗങ്ങളായിട്ടുള്ളൊരു ജൂറിയാണ് ഈ ഫൈനലിൽ വന്നിട്ടുള്ള കുട്ടികളെ പ്രതിഭകളെ അവരുടെ അംഗീകരിച്ചിട്ടുള്ളത്. അവർക്കുള്ള അവാർഡിൻ്റെ പ്രഖ്യാപനവും വിതരണവുമാണ് ഈ 14-ാം തീയതി ഇവിടെ നടക്കുന്നത്. ഈ പ്രതിഭ അവാർഡിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് കുട്ടികളുടെ അക്കാഡമികമായ മികവ് ഏറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിനപ്പുറം കലാകായിക രംഗത്തുള്ള അവരുടെ മികവുകൾ, സമൂഹത്തിന് വേണ്ടി അവർ നൽകിയുള്ള സംഭാവനകൾ, അവരുടെ സാമൂഹികമായുള്ള കാഴ്ചപ്പാട്, പിന്നെ അഭിമുഖത്തിലുള്ള അവരുടെ പ്രകടനം, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഒരു പ്രതിഭയെ തിരഞ്ഞെടുക്കുന്നത്. ഏതാണ്ട് 3 മാസം നീണ്ടുനിൽക്കുന്ന പ്രോസസ്സിലൂടെയാണ് ഈ 3 പ്രതിഭകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ളത്. അവർക്കുള്ള അവാർഡ് വിതരണമാണ് ഈ 14-ാം തീയതി നടക്കുന്നത്. സമ്മാന വിതരണം അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയാണ് നടത്താൻ തീരുമാനിച്ചേക്കുന്നത്, കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ മുഖ്യാതിഥികളായി വരുന്നത് ചിത്രകാരൻ ഭാസ്കർദാസും അതുപോലെ മിമിക്രി കലാകാരൻ അബാൻ അഷ്റഫുമാണ് മുഖ്യാതിഥികളെ നമ്മൾ ക്ഷണിച്ചേക്കുന്നത്. വളരെ സുതാര്യമായിട്ടാണ് ഈ മിഹിസയുടെ ടാലൻ്റ് അവാർഡ് ജൂറി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രഗത്ഭരായ ജഡ്ജസ് ഉണ്ടായിട്ട് പോലും വളരെ സുതാര്യമായിരിക്കട്ടെ എന്ന് കരുതി പുറത്തുനിന്നാണ് നമ്മൾ ജൂറി ഇതിനായിട്ട് നിയമിച്ചേക്കുന്നത്. വളരെ സുതാര്യമായിരിക്കട്ടെ, അർഹരായ എല്ലാവരിലും ഈ എല്ലാ കുട്ടികളിലും അർഹരായ പ്രതിഭ ഏതാണോ അവരെ വളരെ സത്യസന്ധമായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് അവരെ അംഗീകാരം നൽകുക എന്നുള്ളതാണ് മിഹിസ ഉദ്ദേശിക്കുന്നത്. മിഹിസയിൽ തന്നെയുണ്ട് ഇഷ്ടംപോലെ പ്രഗത്ഭരായ വ്യക്തികൾ, പക്ഷെ നമ്മൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തുനിന്നാണ് ജൂറിയെ വിളിച്ചേക്കുന്നത്. അത് ഈ ഒരു മിഹിസയുടെ ഒരു സുതാര്യത, വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് അത് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ടാലൻ്റ് അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അറിവിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന
അവിടെ ആ പ്രദേശത്തെ, ഇവിടെ ഒരു മുനിസിപ്പാലിറ്റിയാണ്, ആ മുനിസിപ്പാലിറ്റിയിൽ ഉള്ള മുഴുവൻ വിദ്യാലയങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിഭകളെ കണ്ടെത്തി ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ അറിവിലില്ല. അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു പ്രശംസനീയ കാര്യം കൂടിയാണ്. അപ്പോൾ അതൊരു ഇതിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മ്യൂസിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ യാതൊരു തരത്തിലുള്ള അസ്വാസരങ്ങളും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇത് അവാർഡ് പ്രഖ്യാപിക്കണം, നൽകണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്നാണ് ജൂറികൾ വരുന്നത്. ഈ ഇരിക്കുന്ന ആർക്കും തന്നെ ആരാണ് വിന്നേഴ്സ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അത് ജൂറിയുടെ കയ്യിലുള്ളത്, അത് അന്നേ അനൗൺസ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോണത്. അപ്പോൾ ഇതിൻ്റെ മഹത്തായ ഈ സംരംഭത്തിന് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ടാലൻറ്റ് അവാർഡ് വിന്നർക്കും 10,000 രൂപയും അതോടൊപ്പം ഫലകവും കീർത്തിമുദ്രയും ആണ് കൊടുക്കുന്നത്. കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ. Explore the world with ease. Top 10 Travel and Tours, your gateway to breathtaking destinations. Dubai, Doha, Jeddah, Riyadh, Dammam. ഇനി ഓൺലൈൻ നിരക്കിനേക്കാൾ വില കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും. Book now with Top 10 Travel and Tours, the wings of trust.